അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വോൾ ഡെക്കർ ആയിട്ടാണ്. ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് വേണം. അപ്പോൾ കാർഡ്ബോർഡ് പീസ് എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡ് പീസ് എടുക്കുക കേട്ടോ. വേഗം ഒടിഞ്ഞൊന്നും പോവാത്ത അങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണേ. ഇനി നമുക്ക് ഈ കാർഡ്ബോർഡ് പീസിൽ ഒന്ന് ഹാർട്ട് ഷേപ്പ് വരച്ചെടുക്കണേ. അപ്പോൾ നമുക്ക് ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ എന്തെങ്കിലും വെച്ച് വരയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ആദ്യം വരച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ അത് വെച്ചിട്ട് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലുള്ള 2 പീസ് വേണം കേട്ടോ. 2 ഇതേപോലുള്ള ഹാർട്ട് ഷേപ്പ് വേണേ. അപ്പോൾ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഒരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചെടുക്കാം. അപ്പം ഞാനിതാ ഈ വരയ്ക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്. അപ്പോൾ അതേപോലെ ഒരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണല്ലോ ഒരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഹാർട്ട് ഷേപ്പ് നമുക്ക് വേണ്ട കേട്ടോ. മറ്റേ ഭാഗം ഉണ്ടല്ലോ അതാണ് വേണ്ടത്. അപ്പോൾ കട്ട് ചെയ്യുമ്പം ആ ഭാഗം കട്ടായി പോകാതെ നോക്കണം കേട്ടോ. ഉള്ളിലുള്ള ഹാർട്ട് ഷേപ്പ് നമുക്ക് വേണ്ട. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം 2 ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലേ, അതിൽ ഒരു ഹാർട്ട് ഷേപ്പാണ് അതിൻ്റെ നടുവിൽ ഒരു ഹാർട്ട് ഷേപ്പും കൂടി വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേ ഹാർട്ട് ഷേപ്പ് നമ്മൾ അതുപോലെ തന്നെ വെക്കുകയാണേ. അത് ലാസ്റ്റ് നമുക്ക് വേണം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മാത്രം മതിയേ ഇത് കവർ ചെയ്തെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതായത് കവർ ചെയ്യാനായിട്ട് വൂളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് പോംപോം ഉണ്ടാക്കാം. അപ്പോൾ പോംപോം ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ത്രെഡിൽ നിന്ന് ആദ്യം ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കട്ട് ചെയ്ത പീസിനെ നമുക്കിതാ ഇതേപോലെ ഈ വിരലിൻ്റെ ഈ വിരലിതാ ഈ 2 വിരൽ ആ 2 വിരൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വിരലിൻ്റെ അവിടുന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് അത് അവിടെ വെക്കുക. ആ ത്രെഡിനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി പീസ് ഇങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ നീട്ടി വെക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ പീസല്ലേ, ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചുറ്റിയെടുക്കാനുള്ള വൂളൻ ത്രെഡ് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ നമ്മൾക്ക് എത്ര സൈസിലുള്ള പോംപോമാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചുറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല തിക്കുള്ള പോംപോം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് നല്ല തിക്കിലുള്ളതല്ല കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ചെറിയ പോംപോമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ സൈസിലുള്ളതാണ് നമുക്ക് വേണ്ടതെങ്കിൽ 3 വിരൽ വെച്ചിട്ടാക്കാം, അതേപോലെ 4 വിരൽ വെച്ചിട്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 വിരൽ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. നമുക്ക് ചെറുതായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ പോംപോം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ ഇത്രത്തോളം ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ പോംപോം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര മതി കേട്ടോ. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണേ. ഇനി നമ്മൾ ആദ്യം ഒരു ചെറിയൊരു ത്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വിരലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു പീസിനെ നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഭാഗം ഇതേപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്കിത് ആ പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ വിരലിൽ നിന്ന് ഈ ചുറ്റിയെടുത്തതിനെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ വിരലിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മളൊരു ത്രെഡ് വെച്ചിട്ടെടുത്തിട്ടില്ലേ അത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അഴിയാതിരിക്കാനാണ് നല്ല ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാനിത് നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതാ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല മൂർച്ചയുള്ള സിസേഴ്സ് തന്നെ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പോംപോം ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ നല്ല മൂർച്ചയുള്ള സിസേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിനി ബോൾ ഷേപ്പിലാണ് ഇത് വേണ്ടത്. നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് കുറേ എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ബോൾ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ
അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഇനിയും അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്കങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ പീസുകളുണ്ടാവല്ലോ, അത് നമ്മൾ വെറുതെ കളയണ്ട കേട്ടോ. അത് നമുക്ക് വേറെ ഒരു ക്രാഫ്റ്റിന് എടുക്കാം കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പോംപോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് പോംപോം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിച്ചെടുക്കുന്നത് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ്. ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മളതൊന്ന് വെച്ച് നോക്കിയിട്ട് ഒട്ടിക്കുക കേട്ടോ. നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണോ വെക്കേണ്ടത് അതൊന്ന് ആദ്യം വെച്ച് നോക്കാം കേട്ടോ. അതിന് ശേഷം ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഏത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ഒട്ടിക്കാനുള്ളതായാലും നമ്മൾ ആദ്യം അതൊന്ന് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് നമുക്കത് എങ്ങനെയാണോ വേണ്ടത് എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാൻ തന്നെ. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം 2 പീസ് ആർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ, ആ ഒരു ആർട്ട് ഷേപ്പ് നമുക്കിനി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആർട്ട് ഷേപ്പിനെ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡാക്കിയിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ കളറൊക്കെ ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കളർ പേപ്പേഴ്സ് ഉണ്ടല്ലോ, കളർ പേപ്പേഴ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ പേപ്പർ ഉണ്ടെങ്കിൽ റെഡ് കളർ പേപ്പർ തന്നെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഞാനിവിടെ A4 ഷീറ്റാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ റെഡ് കളർ തന്നെ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ, ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ A4 ഷീറ്റിൽ ഈ ആർട്ട് ഷേപ്പ് വെച്ച് വന്ന് വരച്ചെടുക്കുന്നുണ്ട് കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടി ഒട്ടിച്ചെടുക്കേ. അപ്പോൾ അതാ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ ഹാങ്ങിങ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വൂളൻ ത്രെഡ് വെച്ചിട്ട് ഒരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തൂക്കിയിടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി അതിൻ്റെ ഉള്ളിൽ ആദ്യം വെച്ചിട്ട് ഈ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് ഈ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്കിത് വൈറ്റ് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 പീസും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഈ 2 പീസും ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതും ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇനി ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് നമുക്ക് ഫോട്ടോ വെച്ച് കൊടുക്കാം. അപ്പം ഇതേപോലെ ഹാർട്ട് ഷേപ്പിൽ ഫോട്ടോ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ഫോട്ടോ കൂടിയൊക്കെ വരുമ്പോൾ. ഇത് ഞാൻ ചെറിയ സൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലുള്ളതാണോ വേണ്ടത് അതനുസരിച്ച് ആർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ കാണാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വാലൻറ്റൈൻസ് ഡേ നമുക്കിനി ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ല ആനിവേഴ്സറി ഗിഫ്റ്റോ ഒക്കെ ആയിട്ടും കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ റെഡ് വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതേപോലെ വൂളൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം വഴിയിലേക്കാണ്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.